അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തുൽ മുൽക്ക് 7-ാമത്തെ സൂക്തം വിശദീകരണം ഭാഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇദാ ഉൽഖൂ അവർ എറിയപ്പെടുമ്പോൾ ഫീഹ അതിൽ നരകത്തിൽ, സമിഉ അവർ കേൾക്കും, ലഹ അതിന് നരകത്തിന്, ഷഹീഖൻ ഒരു ഗർജനം, വഹിയ അതാകട്ടെ, തഫൂർ തിളച്ചു മറിയുകയും ചെയ്യും. നരകത്തിലേക്ക് നിസ്സാരമായി സത്യനിഷേധികളെ വലിച്ചെറിയുമ്പോൾ നരകത്തിൽ നിന്നും ഭീകരമായ ഒരു ഗർജനം കേൾക്കും എന്നാണ് ഈ വിശദീകരണത്തിൻ്റെ 1-ാം ഭാഗത്ത് വിവരിച്ചത്. വഹിയ തഫൂർ നരകം തിളച്ചുമറിയും എന്ന് പറഞ്ഞാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. വലിയ പാത്രത്തിൽ വെള്ളം തിളച്ചുമറിയുന്നത് പോലെ നരകം ആളിപ്പടരുകയും തിളച്ചുമറിയുകയും ഇളകിമറിയുകയും ചെയ്യും. ശിക്ഷയുടെ കാഠിന്യത്തെയാണ്, നരകത്തിൻ്റെ ക്രോധത്തെയാണ് തഫൂർ എന്ന പദത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളച്ചു മറിയുമ്പോൾ അതിലെ വസ്തുക്കൾ മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നരകത്തിൽ കത്തിയെരിയുന്നവർ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും അവർക്ക് ഒരു തരം സമാധാനവും ഉണ്ടാവുകയില്ല. അതിനകത്തുള്ളവരെ നരകം മേലോട്ട് തെറിപ്പിക്കുകയും താഴേക്ക് വീഴ്ത്തുകയും ചെയ്യും. നരകം അതിൻ്റെ ഇരകളെ കണ്ട് ആവേശത്തോടെ തിളച്ചുമറിയും എന്നും ഇതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. നരകം അതിൻ്റെ ഉള്ളിലുള്ള ചൂട് കാരണം, കഠിനമായ താപം കാരണം ഇളകി മറിയുകയാണ്. നിഷേധികളോടുള്ള വെറുപ്പിനാൽ തിളച്ചുമറിയുകയാണ്. വലിയ ബോയിലറിനെ പോലെ, അഗ്നിപർവ്വതത്തെ പോലെ നരകം ഏറെ പ്രക്ഷുബ്ധമാണ്. ആന്തരികമായി ഏറെയേറെ നരകം തിളച്ചുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞ അളവിലുള്ള ധാന്യം ഒരു വലിയ പാത്രത്തിൽ കിടന്ന് തിളച്ചു മറിയുന്നത് പോലെ സത്യനിഷേധികൾ നരകത്തിൻ്റെ ആഴങ്ങളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ പാത്രത്തിലേക്ക് വിറക് കഷ്ണങ്ങൾ എറിയുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന വലിയൊരു ശബ്ദമുണ്ട്, ഭീകരമായ ശബ്ദം. അത്തരം ശബ്ദത്തിന് പുറമെ ഈ തിളച്ചുമറിയൽ കൂടിയാകുമ്പോൾ നരകത്തിൻ്റെ ഭീകരത വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ നരകത്തിൽ നിന്ന് രക്ഷ തേടി നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഖുർആനിൽ തന്നെ വിവിധ പ്രാർത്ഥനകൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ തുടങ്ങിയ വിവിധ പ്രാർത്ഥനകൾ. ഖുർആൻ സൂക്തം എന്ന നിലക്ക് തന്നെ അവ പഠിച്ച് നിരന്തരമായി നരകത്തിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ.